ഇതിലുള്ള ക്രൗണുകൾ ഒരു പ്രത്യേക നിറമായിരിക്കും. ആ നിറം എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും, അതിൽ മാറ്റം വരില്ല. സൈഡിലുള്ള നാച്ചുറൽ ടീത്തിന്റെ നിറം പതുക്കെ ഡള്ളാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ബ്ലീച്ചിങ് ചെയ്ത് ഫ്രണ്ടിലുള്ള പല്ലിന്റെ ആ നിറത്തിനോട് മാച്ചിങ് ആയിട്ട് നമുക്ക് ബ്ലീച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനൊക്കെ പലപ്പോഴും നമുക്ക് ഇൻഹൗസ് ബ്ലീച്ചിങ് ആയിരിക്കും ചില സമയത്ത് ബെറ്റർ ആയിരിക്കുക. ഡോക്ടർക്ക് അത് നേരിട്ട് നോക്കി മോണിറ്റർ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപൂർവം ചില സമയത്ത് ഈ ക്രൗണിന്റെ കളറ് മിസ്മാച്ച് ആവും. നമ്മൾ നേരത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൗണും ബ്ലീച്ച്ഡ് ആയിട്ടുള്ള പല്ലിന്റെ തമ്മിലുള്ള കളറിൽ ചിലപ്പോൾ ഒരു മിസ്മാച്ച് വരും. അങ്ങനെ വരുമ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെന്റ് വേറെ എന്തെങ്കിലും എടുക്കേണ്ടിയും വരാറുണ്ട്. തീർച്ചയായും. അപ്പൊ ഇതൊരു പ്രൂവൺ മെത്തഡാണ് ഈ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ. ഈ മാർക്കറ്റിൽ ഡോക്ടർ പ്രശാന്ത് കുറെ വൈറ്റനിങ് ടൂത്ത് പേസ്റ്റുകളും വൈറ്റനിങ് മൗത്ത് വാഷ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒത്തിരി നമ്മൾ കാണുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും